ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിക്ക് വേണ്ടി കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോവുകയാണ് ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ഉദ്യോഗാർത്ഥികളും പോയതിനു ശേഷം ആ ചെറുപ്പക്കാരനെ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വിളിക്കുന്നു. അദ്ദേഹം അകത്തേക്ക് ചെല്ലുന്നു. തന്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് അവരുടെ കൈവശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയം കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, താങ്കളുടെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾ ഈ കമ്പനിയുടെ ജോലിയിലേക്ക് എടുത്തിരിക്കുന്നു, എപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത്ഭുതത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ അവരെ നോക്കി ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങളുടെ സംസ്കാരത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും ഈ കമ്പനിയിലേക്ക് ഏറ്റവും ആവശ്യമായ ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ അപ്പോഴും മനസ്സിലായില്ല എന്താണ് എന്റെ സ്വഭാവം, എന്താണ് എന്റെ ഗുണം അവർ കണ്ടത്. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ ഈ കമ്പനിക്കകത്തേക്ക് വന്നത് മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരുന്നു. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കമ്പനിക്കകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ അലസമായി കിടന്ന ഒരുപാട് പേപ്പറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായി നിങ്ങൾ അടുക്കി വെച്ചു. എല്ലാ ഉദ്യോഗാർത്ഥികളും പോയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഓണായി കിടക്കുന്ന ബൾബുകളും ഫാനുകളുമെല്ലാം നിങ്ങൾ ഓഫ് ചെയ്തു. കൃത്യമായി ഈ കമ്പനിയോടും ഇവിടെയുള്ള ഓരോ വസ്തുക്കളോടും നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയും താല്പര്യമുണ്ട് എന്നാണ് ഞങ്ങൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങളെ ഈ കമ്പനിയിലേക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിഞ്ഞു. അദ്ദേഹം ആ നിമിഷം ഓർത്തത് താൻ ഏറെ ജീവിതത്തിൽ വെറുത്ത തന്റെ പിതാവിനെ ആയിരുന്നു. വെറുപ്പോടുകൂടെ മാത്രം കണ്ട ആ പിതാവിനെ ആ നിമിഷം അവനൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. കാരണം വീട്ടിൽ ഉറങ്ങി എഴുന്നേറ്റാൽ പിതാവ് അനാവശ്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടും. അനാവശ്യമായി കറങ്ങുന്ന ഫാൻ ഓഫ് ചെയ്യാൻ അവനെ നിർബന്ധിക്കും. അവന്റെ ചിതറിക്കിടക്കുന്ന പേപ്പറുകൾ ഭംഗിയായി ഒരു ഭാഗത്ത് വെക്കാൻ പിതാവ് അവനെ നിർബന്ധിക്കും. ഇങ്ങനെ അവന് താല്പര്യമില്ലെങ്കിൽ പോലും നിരന്തരമായ പിതാവിന്റെ ശകാരത്തിലും പിതാവിന്റെ നിർബന്ധത്തിലും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അവന്റെ ഒരു ശീലമായി മാറിയതായിരുന്നു. എന്നാൽ അത് ജീവിതത്തിൽ എത്ര വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ആ നിമിഷം ആ ചെറുപ്പക്കാരൻ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരെ, ഈ അടുത്ത് വ്യാപകമായ ഒരു വാചകമാണല്ലോ തന്തവൈബ് എന്നൊരു വാക്ക്. തങ്ങളെ ആരും ഉപദേശിക്കാൻ പാടില്ല, തങ്ങളെ ആരും നിയന്ത്രിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം ഞങ്ങൾ നയിക്കും എന്നൊരു വാശിയും നിർബന്ധ ബുദ്ധിയും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോൾ വളർന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ജീവിതം എന്നാൽ അനുഭവമാണ്. ആ അനുഭവം ധാരാളമുള്ള ആളുകളാണ് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ എന്ന് നാം തിരിച്ചറിയണം. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുമെന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.